അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാം റിവിഷൻ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 നടന്ന ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇത് റിവിഷൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ശരി ഉത്തരത്തിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്നൊരു പ്രവർത്തനം കൂടെ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ആ പ്രവർത്തനം നൽകിയിട്ടില്ല. 2024 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ മനസ്സിലാവുന്നതാണ്. ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 32 ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു റിവിഷൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 1. അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ നിസ്കാരം പിന്തിക്കൽ. 2. സുബ്ഹ് ബാങ്കിൽ ഹൈ അലകൾക്ക് ശേഷം. 3. ഹൈൽ സമയത്തെ നിസ്കാരം ഖളാ വീട്ടൽ. 4. അദാനിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ. 5. ജമാഅത്ത് ലഭിക്കാൻ നിസ്കാരം പിന്തിക്കൽ. ഇപ്പുറത്ത് നോക്കൂ. എ ആയത്തുൽ കുർസി, ബി വാജിബ്, സി തസ്വീബ്, ഡി സുന്നത്ത്, ഇ ഹറാം. ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ലെറ്ററാണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. 1. അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ നിസ്കാരം പിന്തിക്കൽ. അതിന് ശരിയായ ഓപ്ഷൻ ബി വാജിബ്. 2. സുബ്ഹ് ബാങ്കിൽ ഹൈ അലകൾക്ക് ശേഷം. അതിന് ശരിയായത് സി തസ്വീബ്. 3. ഹൈൽ സമയത്തെ നിസ്കാരം ഖളാ വീട്ടൽ. അതിന് ശരിയായത് ഇ ഹറാം. 4. അദാനിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ. അതിന് ശരിയായത് എ ആയത്തുൽ കുർസി. 5. ജമാഅത്ത് ലഭിക്കാൻ നിസ്കാരം പിന്തിക്കൽ. അതിന് ശരിയായത് ഡി സുന്നത്ത്, ബി സി ഇ എ ഡി. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 6. സുബ്ഹ് ഡേഷ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. അവിടെ പൂരിപ്പിക്കേണ്ടത് ഫജ്ർ സ്വാദിഖ്. സുബ്ഹ് ഫജ്ർ സ്വാദിഖ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. 7. അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് ഡേഷ് വർഷം ബാങ്ക് കൊടുക്കുന്നവന് നരകമോചനം എഴുതപ്പെടും. അവിടെ പൂരിപ്പിക്കേണ്ടത് 7. അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് 7 വർഷം ബാങ്ക് കൊടുക്കുന്നവന് നരകമോചനം എഴുതപ്പെടും. 8. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് ഡേഷ് പ്രതിഫലമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമാണ്. 9. നിസ്കാരം അള്ളാഹുവുമായുള്ള ഡേഷ് ആണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് മുനാജാത്ത്. നിസ്കാരം അള്ളാഹുവുമായുള്ള മുനാജാത്ത് ആണ്. 10. ഡേഷ് നിസ്കരിച്ചു കൊണ്ടിരിക്കെ പള്ളിയുടെ ഒരു ഭാഗം വീണു. അവിടെ പൂരിപ്പിക്കേണ്ടത് മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു. മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കെ പള്ളിയുടെ ഒരു ഭാഗം വീണു. 11. നിസ്കാരത്തിന് തടസ്സം വരുത്തുന്ന ശൈത്താൻ ഡേഷ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഖിൻസിബ്. നിസ്കാരത്തിന് തടസ്സം വരുത്തുന്ന ശൈത്താൻ ഖിൻസിബ്. അടുത്ത പ്രവർത്തനം നോക്കൂ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 12. നിസ്കാരം ബാത്തിലാകുന്ന സുജൂദ്. ഉത്തരം ശുക്റിന്റെ സുജൂദ്. 13. മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മേഘത്തിലെ ഡേഷ് മായുന്നത് വരെ. അതിന്റെ ഉത്തരം കടും ചുവപ്പ്. 14. അദാനിനെ നിയമിക്കുന്നവൻ ഡേഷ് അറിയുന്നവനാകണം. അവിടെ ഉത്തരം എന്താണ്? സമയം. 15. അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മോശമായ സ്ഥലം. ഉത്തരം അങ്ങാടികൾ. 16. നിസ്കാരത്തിന് പുറത്ത് തിലാവത്തിന്റെ സുജൂദുകളുടെ ഫർളുകൾ. ഉത്തരം 4 ആണ്. 17. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി. ഉത്തരം മസ്ജിദ് ഖുബാ. 18. അദാനിനും ഇഖാമത്തിനും വാചകങ്ങൾക്കിടയിൽ തർത്തീബും ഡേഷും ഉണ്ടാവൽ ഷർത്താണ്. അതിന്റെ ഉത്തരം മുവാലാത്തും. അടുത്ത പ്രവർത്തനം നോക്കൂ. ഉത്തരം എഴുതുക. 19. കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരവും പിന്തിയ കാരണമുള്ള സുന്നത്ത് നിസ്കാരവും കുറ്റകരമാകും. എപ്പോൾ? ഉത്തരം സുബ്ഹ് നിസ്കരിച്ചതിനു ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം.
അസർ നിസ്കരിച്ചതിനു ശേഷം സൂര്യൻ അസ്തമിക്കുന്നതുവരെയുള്ള സമയം, വെള്ളിയാഴ്ചയല്ലാത്ത ദിവസങ്ങളിലെ മധ്യാഹ്ന സമയം എന്നീ സമയങ്ങളിൽ. 20. നിസ്കാരത്തിലല്ലാതെ ബാങ്കും ഇഖാമത്തും സുന്നത്തുള്ള സന്ദർഭങ്ങൾ ഏവ? ഉത്തരം: പ്രസവിച്ചയുടനെ, കുഞ്ഞിന്റെ ഇരുചെവികളിലും, യാത്രക്കാരന്റെ പിറകിലും. 21. മസ്ജിദിൽ വെച്ച് നടത്തേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഏവ? ഉത്തരം: ഇബാദത്തുകൾ, ഇൽമു പഠിക്കൽ, നിക്കാഹ് ചെയ്യൽ, ഇഅ്തികാഫ്, ജുമുഅ നിസ്കാരം. 22. നിസ്കാരം നിർബന്ധമാണ് ആർക്ക്? ഉത്തരം: മുസ്ലിമും മുക്കല്ലഫും ഹൈല് നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ളവരുമായ എല്ലാവർക്കും. 23. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം നിരോധിച്ച സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരം: മാലിന്യം ഒഴിവാക്കുന്ന സ്ഥലം, അറവ് നടത്തുന്ന സ്ഥലം, ശ്മശാനം, വഴി, ടോയ്ലറ്റ്, ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലം, കഅബയുടെ മുകൾ ഭാഗം എന്നിവിടങ്ങളിൽ. 24. ശുക്റിന്റെ സുജൂദ് സുന്നത്താണ് എപ്പോഴെല്ലാം? അതിന്റെ ഉത്തരം നോക്കൂ. അപ്രതീക്ഷിതമായ അനുഗ്രഹം ഉണ്ടാകുമ്പോഴും, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും, മുസീബത്തിൽ അകപ്പെട്ടവനെ കാണുമ്പോഴും, ഫാസിക്കുകളെ കാണുമ്പോഴും. അടുത്ത പ്രവർത്തനം നോക്കൂ. വിശദീകരിക്കുക. ഇത് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക, കുറിപ്പെഴുതുക, ഈ രീതിയിലാണ് നമുക്ക് ചോദിക്കാറ്. ഇതൊരു റിവിഷൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് പൊതുവെ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ നമുക്കിത് നോക്കാം. 25. നിസ്കാരത്തിൽ പൊതുവെ വരുന്ന കറാഹത്തുകൾ. അതിന്റെ ഉത്തരം നോക്കൂ. ആവശ്യമില്ലാതെ തല തിരിക്കുക, മേൽപോട്ട് നോക്കുക, ശ്രദ്ധ തിരിക്കുന്ന തരത്തിലുള്ള വസ്തുക്കളിലേക്ക് നോക്കുക, പുരുഷൻ തലയും ചുമലും മറയ്ക്കാതിരിക്കുക, ആവശ്യമില്ലാതെ ഷർട്ടിന്റെ കൈ പോലുള്ള വസ്ത്രഭാഗങ്ങൾ മടക്കി വെക്കുക, നജസിന് നേരെ നിന്ന് നിസ്കരിക്കുക തുടങ്ങിയവ നിസ്കാരത്തിൽ പൊതുവെ വരുന്ന കറാഹത്തുകളാണ്. അടുത്തത് നോക്കൂ. 26. നൃത്തത്തിലെ കറാഹത്തുകൾ. അതിന്റെ ഉത്തരം നോക്കൂ. ചാരി നിൽക്കുക, ഒരു കാലിൽ നിൽക്കുക, 2 കാലുകൾ ചേർത്ത് നിൽക്കുക, കൈ ഊരയിൽ വെക്കുക തുടങ്ങിയവ നൃത്തത്തിലെ കറാഹത്തുകളാണ്. അപ്പൊ ഇതോടെ നമുക്ക് ഈ റിവിഷൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.